ജൂലൈ 14 കെ.ആർ. ഗൗരി ജന്മദിനം. കേരളത്തിലെ ആദ്യത്തെ റവന്യൂ വകുപ്പ് മന്ത്രി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ അംഗവും മന്ത്രിയുമായിരുന്ന വനിത, ഈഴവ സമുദായത്തിലെ ആദ്യ വനിതാ അഡ്വക്കേറ്റ്, ആദ്യകാല കമ്മ്യൂണിസ്റ്റ് വനിതാ നേതാവ് തുടങ്ങി നിരവധി വിശേഷണങ്ങളുടെയും റെക്കോർഡുകളുടെയും ഉടമയായ കളത്തിപ്പറമ്പിൽ രാമൻ ഗൗരി എന്ന കെ.ആർ. ഗൗരി 1918 ജൂലൈ 14 ആലപ്പുഴ ജില്ലയിലെ പട്ടണക്കാട്ടുള്ള പുരാതനമായ ഈഴവ തറവാട്ടിൽ ജനിച്ചു. 250-ലധികം ഏക്കർ സ്വന്തമായ ഭൂമിയും തിരുമല ദേവസ്വത്തിൻ്റെ 4000-ഓളം ഏക്കർ പാട്ടഭൂമിയും ഉണ്ടായിരുന്ന കളത്തിപ്പറമ്പിൽ രാമൻ എന്ന ജന്മിയുടെ മകളായി പിറന്നു. രാജകുമാരിയെപ്പോലെ വളർന്ന കെ.ആർ. ഗൗരി ബിരുദവും നിയമബിരുദവും നേടി വക്കീലായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. മകളെ ഹൈക്കോടതി ജഡ്ജിയാക്കാനായിരുന്നു പിതാവിൻ്റെ ഉദ്ദേശ്യം. എന്നാൽ സ്വാതന്ത്ര്യ സമരവും പുന്നപ്ര വയലാർ സമരവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുൻനിര നേതാക്കളുമായുള്ള ബന്ധവും ഗൗരിയെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകയാക്കി മാറ്റി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെടുകയും ക്രൂരമായ പോലീസ് മർദ്ദനങ്ങൾക്ക് ഇരയാവുകയും ചെയ്തു. ദീർഘകാലം ഒളിവിലും ജയിലിലും കഴിഞ്ഞിട്ടുണ്ട്. 1952-ലും 1954-ലും തിരുക്കൊച്ചി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് 1957-ലെ ആദ്യ മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രിയായി. ആദ്യ മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രിയും കെ.ആർ. ഗൗരി ആയിരുന്നു. അന്ന് കെ.ആർ. ഗൗരി കൊണ്ടുവന്ന കുടിയൊഴിക്കൽ നിരോധന ഓർഡിനൻസും തുടർന്നുള്ള കാർഷിക ബന്ധ നിയമവും ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. അത് കേരളത്തിൽ ജന്മിക്കുടിയാൻ വ്യവസ്ഥ ഇല്ലായ്മ ചെയ്യുന്നതിന് വഴിയൊരുക്കി. തുടർന്ന് 13 അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു ജയിക്കുകയും 6 പ്രാവശ്യം മന്ത്രിയാവുകയും ചെയ്തു. ആദ്യ മന്ത്രിസഭയിലെ സഹമന്ത്രിയായിരുന്ന ടി.വി. തോമസുമായി 1957-ൽ വിവാഹം നടന്നെങ്കിലും 1964-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI എന്നും CPIM എന്നും രണ്ടായി പിളർന്നപ്പോൾ കെ.ആർ. ഗൗരി CPIM പക്ഷത്തും ടി.വി. തോമസ് CPI പക്ഷത്തും ഉറച്ചു നിന്നത് അവരുടെ വിവാഹബന്ധം വേർപെടുന്നതിനും കാരണമായി. 1947-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ കെ.ആർ. ഗൗരി അമ്മയെ 5 പതിറ്റാണ്ടുകൾക്ക് ശേഷം 1994-ൽ അവരുടെ 75-ാം വയസ്സിൽ പാർട്ടി നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. തുടർന്ന് ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന JSS പാർട്ടി രൂപീകരിച്ച് കോൺഗ്രസിൻ്റെ ഭാഗമായി മാറുകയും നിയമസഭാംഗവും മന്ത്രിയും ഒക്കെയായി വീണ്ടും 1/4 നൂറ്റാണ്ട് കഴിക്കുകയും ചെയ്തു. കേരളത്തിൽ ഒരു വനിത രൂപീകരിച്ച് നേതൃത്വം നൽകിയ ഏക രാഷ്ട്രീയ പ്രസ്ഥാനം JSS ആണ്. 2014-ൽ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുകയും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി കൊണ്ട് വിശ്രമ ജീവിതം നയിക്കവേ 2021 മെയ് 11-ന് 102-ാം വയസ്സിൽ അന്തരിച്ചു. CJ തോമസ് ചരമദിനം. നാടകകൃത്ത്, പത്രപ്രവർത്തകൻ, നിരൂപകൻ, സ്വതന്ത്ര ചിന്തകൻ തുടങ്ങിയ നിലകളിൽ മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നാടക കലയ്ക്കും അതുല്യ സംഭാവന നൽകിയ CJ തോമസ് 1960 ജൂലൈ 14-ന് അന്തരിച്ചു. 1918 നവംബർ 14-ന് എറണാകുളം ജില്ലയിലെ പ്രശസ്തമായ വൈദിക കുടുംബത്തിൽ ജനിച്ച CJ തോമസിനെ ഒരു വൈദികനാക്കാൻ ആഗ്രഹിച്ച പിതാവ് സ്കൂൾ വിദ്യാഭ്യാസത്തിനൊപ്പം ശമ്മാൻ പട്ടത്തിനും പഠിപ്പിച്ചു. ബിരുദ വിദ്യാഭ്യാസത്തിനു ശേഷം ഹൈസ്കൂൾ അധ്യാപകനായും ബൈബിൾ അധ്യാപകനായും ഔദ്യോഗിക ജീവിതം ആരംഭിച്ച CJ അധികം വൈകാതെ ജോലി രാജിവെച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായി. പിന്നീട്
നിയമബിരുദം നേടുകയും അഭിഭാഷക വൃത്തി ആരംഭിക്കുകയും ഒപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. വിവിധ വാരികകളിൽ ലേഖനങ്ങളും എഴുതി. 1949 അദ്ദേഹം എഴുതി അവതരിപ്പിക്കപ്പെട്ട അവൻ വീണ്ടും വരുന്നു എന്ന നാടകം മലയാള നാടകവേദിയിൽ നവഭാവുകത്വം പരത്തി. രണ്ടാമത്തെ നാടകമായ 1128 ക്രൈം 27 എന്ന നാടകവും ബൈബിളിലെ ദാവീദിനെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയ ആ മനുഷ്യൻ നീ തന്നെ എന്ന നാടകവും മലയാള നാടകവേദിയിലെ ഏറ്റവും ശ്രദ്ധേയ നാടകങ്ങളായി. ഒരു സ്വതന്ത്ര ചിന്തകൻ എന്ന നിലയിലും കലാ സാഹിത്യ നിരൂപകൻ എന്ന നിലയിലും CJ-യുടെ അസ്തിത്വം ഉറപ്പിക്കുന്ന കൃതികളാണ് ഉയരുന്ന യവനിക, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ധിക്കാരിയുടെ കാതൽ, വിലയിരുത്തൽ തുടങ്ങിയവ. പ്രശസ്ത സാഹിത്യകാരനായ MB പോളിൻ്റെ മകൾ റോസി തോമസിനെയാണ് വിവാഹം കഴിച്ചത്. CJ-യുടെ മരണശേഷം റോസി തോമസ് എഴുതിയ ഇവൻ എൻ്റെ പ്രിയ CJ എന്ന കൃതി മലയാള സാഹിത്യത്തിലെ ഹൃദയസ്പർശിയായ ഓർമ്മക്കുറിപ്പുകളിൽ ഒന്നാണ്. പ്രശസ്ത കവയിത്രി മേരി ജോൺ കൂത്താട്ടുകുളം CJ-യുടെ സഹോദരിയായിരുന്നു. NN കക്കാട് ജന്മദിനം. സഫലമി യാത്ര എന്ന കവിതയിലൂടെയും കവിതാ സമാഹാരത്തിലൂടെയും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയായി തീർന്ന കക്കാട് നാരായണൻ നമ്പൂതിരി എന്ന NN കക്കാട് 1927 ജൂലൈ 14 കോഴിക്കോട് ജില്ലയിലെ അവിടനല്ലൂരിൽ ജനിച്ചു. സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഹൈസ്കൂൾ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം 1953 ആകാശവാണിയിൽ ചേർന്ന് പ്രോഗ്രാം പ്രൊഡ്യൂസറായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ കവിതകൾ രചിച്ചു തുടങ്ങിയിരുന്നു. വജ്രകുണ്ഡലം, സഫലമി യാത്ര, ശലഭഗീതം, പാതാളത്തിൻ്റെ മുഴക്കം തുടങ്ങിയവ പ്രധാന കൃതികളാണ്. വയലാർ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, ആശാൻ പുരസ്കാരം തുടങ്ങിയ വിവിധ പുരസ്കാരങ്ങൾ നേടി. 1987 ജനുവരി 6 അദ്ദേഹം അന്തരിച്ചു. അർബുദബാധിതനായി മരണത്തോട് മല്ലിടുന്ന കാലത്താണ് അദ്ദേഹം തൻ്റെ മാസ്റ്റർ പീസായ സഫലമി യാത്ര രചിക്കുന്നത്. പ്രകൃതിയോടും തൻ്റെ പങ്കാളിയോടുമുള്ള തീവ്രമായ പ്രണയവും വിടപറയലിൻ്റെ വേദനയും നിറഞ്ഞ ഈ കവിത മലയാളത്തിലെ എക്കാലത്തെ മികച്ച കവിതകളിൽ ഒന്നാണ്.